സൊനാലിയും മോഹനും പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നു. സൊനാലി ഒരു പാവപ്പെട്ട കർഷകന്റെ മകളായിരുന്നു. എന്നാൽ മോഹൻ ഒരു ജന്മിയുടെ മകനും. അവന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. മോഹനും സൊനാലിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം എങ്ങനെയോ മോഹന്റെ പിതാവ് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻ, നീ എന്റെ ഒരേയൊരു മകനല്ലേ? നിന്റെ മേലെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അച്ഛാ, എനിക്ക് സൊനാലിയോട് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അവളെ വിവാഹം ചെയ്യാനും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അച്ഛന്റെ സ്വത്തൊന്നും ആവശ്യമില്ല, അനുഗ്രഹം മാത്രം മതി. നിനക്കെന്റെ സ്വത്തും കിട്ടാൻ പോകുന്നില്ല, അനുഗ്രഹവും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രേമവിവാഹത്തിൽ എനിക്ക് താൽപ്പര്യമില്ല. അങ്ങനെ മോഹൻ സൊനാലിക്കൊപ്പം വീട് വിട്ടിറങ്ങി തന്റെ കയ്യിലുണ്ടായിരുന്ന അല്പം പണം ഉപയോഗിച്ച് ഒരു കുടിൽ പണിത് അവർ അതിൽ താമസമാക്കുകയും ചെയ്തു. അവൻ മരങ്ങൾ വെട്ടി വിറകുകളാക്കി നഗരത്തിൽ കൊണ്ടുചെന്ന് വിറ്റ് തന്റെ കുടുംബത്തെ പരിപാലിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വിറക് വിൽക്കാൻ വേണ്ടി മോഹൻ നഗരത്തിലെ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ സൊനാലിയുടെ അടുത്തെത്തി പറയുകയുണ്ടായി, മോളെ, എനിക്ക് കുറച്ച് വെള്ളം തരാവോ? നിനക്ക് ഈശ്വരൻ നല്ലത് വരുത്തും. വൃദ്ധയെ കണ്ട് അലിവ് തോന്നിയ സൊനാലി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ എനിക്ക് എന്റെ അമ്മയെപ്പോലെയാണ്. നിങ്ങളിരിക്കൂ. വെള്ളം മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവും കൊണ്ടുവരാം. അങ്ങനെ സൊനാലി ആ വൃദ്ധയായ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി അവർക്ക് തണുത്ത ചപ്പാത്തി നൽകി. അതിനോടൊപ്പം തണുത്ത വെള്ളവും നൽകുന്നു. അതെല്ലാം കഴിച്ച് സംതൃപ്തയായ വൃദ്ധ അവളോട് പറയുകയാണ്, എന്റെ മോളെ, ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് നീ ചെയ്തത്. അതും ആരുമില്ലാത്തൊരു വൃദ്ധയ്ക്ക് വേണ്ടി. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ് മോളെ. നീയും നിന്റെ ഭർത്താവും കുട്ടികളും എന്നും സുഖമായി ജീവിക്കട്ടെ. അവരുടെ വാക്കുകൾ കേട്ട് അമ്പരന്നുപോയ സൊനാലി പറഞ്ഞു, നിങ്ങളുടെ അനുഗ്രഹത്തിന് വളരെയധികം നന്ദി അമ്മേ. പക്ഷേ ഞങ്ങൾക്കിപ്പോ കുട്ടികളൊന്നുമില്ല. ഇവിടെ ഞാനും എന്റെ ഭർത്താവും മാത്രമാണ് താമസിക്കുന്നത്. മോളെ, എന്റെ തല വെയിലത്തിറങ്ങിയോണ്ട് നരച്ചതൊന്നുമല്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ ഗർഭിണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ നിന്നെയും നിന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കണം. കിരട്ടകളുടെ രൂപത്തിൽ 8 കുട്ടികളുണ്ടാവും. എനിക്ക് അല്പം കൂടി വെള്ളം തരാമോ? ആ വൃദ്ധയുടെ വാക്കുകൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് സൊനാലിക്ക് മനസ്സിലായില്ല. പക്ഷെ അവൾ വെള്ളവുമായി തിരിച്ചെത്തിയപ്പോൾ ആ വൃദ്ധ അവിടെ ഉണ്ടായിരുന്നില്ല. മോഹൻ തിരിച്ചെത്തിയപ്പോൾ അവൾ നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ട മോഹൻ പറഞ്ഞു, നീ എന്തിനാ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ നിൽക്കുന്നത്? പക്ഷെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സൊനാലിക്ക് തന്നെ അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലായി. അതിനുശേഷം കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സൊനാലി 8 കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു. ഇരട്ടകളായ 8 കുട്ടികളെ ഒരുമിച്ച് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മോഹൻമോനെ നോക്ക്, നീ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ഇത്രയും കുട്ടികളുടെ ഉത്തരവാദിത്തം നീ എങ്ങനെ ഏറ്റെടുക്കും? അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സ്വരൂപങ്ങളാണ്. കിടക്കയിൽ കിടക്കുകയായിരുന്ന സൊനാലിക്കും ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളുമായി അവൾ പറഞ്ഞു, ഈശ്വരൻ എന്നെ ധനികയാക്കിയില്ല, അനാഥയാക്കി. എങ്കിലും ഞാൻ ഭാഗ്യവതിയാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നും എന്നോടൊപ്പം നിൽക്കുന്ന, എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത്. അങ്ങനെ സൊനാലി തന്റെ 8 കുഞ്ഞുങ്ങളെയും വളർത്താൻ ആരംഭിച്ചു. മോഹനാണെങ്കിൽ സാധാരണ ചെയ്യുന്നതിൽ ഇരട്ടി അധ്വാനം ചെയ്ത് ഇരട്ടി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കുട്ടികൾ വളർന്ന് കളിക്കാവുന്ന പ്രായത്തിലെത്തി. സൊനാലിയുടെ ചെറിയ മോളായ മീര പറഞ്ഞു, അമ്മേ, അച്ഛൻ എപ്പോഴായിരിക്കും വരുന്നത്? പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എവിടെ? എല്ലാ കുട്ടികൾക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഞങ്ങൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ലേ അമ്മേ? അപ്പോൾ റോഷ്നി പറഞ്ഞു, നമ്മുടെ മുത്തശ്ശൻ ചീത്തയാ. അത് കേട്ടപ്പോൾ സൊനാലി കുട്ടികളെയെല്ലാം വഴക്ക് പറഞ്ഞ് അവരോടിങ്ങനെ പറഞ്ഞു, അരുത് കുട്ടികളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് മോശമാണ്. ഒരു ദിവസം സൊനാലിയുടെ കുട്ടികളെല്ലാവരും സ്കൂളിലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ജമീന്ദാരുടെ വണ്ടി അല്പം സ്പീഡിൽ പോയി അത് തലകീഴായി മറിയാനിടയായത്. 8 കുട്ടികളും അമ്പരന്ന് നേരെ ആ കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. തുടർന്ന് ജമീന്ദാരെ ഒരു വിധത്തിൽ പുറത്തെടുത്ത ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, അങ്കിൾ, നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എവിടെ, മുറിവൊന്നും പറ്റിയില്ലല്ലോ? ഭാഗ്യത്തിനാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും ഓടി വന്ന് എന്നെ ആ വാഹനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇന്ന് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാനെ. നിങ്ങൾ 8 പേരും ദൈവദൂതന്മാരെ പോലെയാണ് വന്നത്. അപ്പോൾ മയാങ്ക് പറഞ്ഞു, അല്ല അങ്കിൾ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അതെന്ത് പറ്റി കുട്ടികളെ? നിങ്ങളുടെ അച്ഛൻ വിദ്യാഭ്യാസമില്ലാത്ത ആളാണോ? അല്ല അങ്കിൾ, എന്റെ അച്ഛന് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ടൗണിൽ ചെന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ നാട്ടിലാണുള്ളത്. അദ്ദേഹം ഒറ്റപ്പെട്ട് സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനും ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അച്ഛന്റെ പിതാവിന്റെ പേര് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഹരിവംശി എന്നാണ്. ഇത് കേട്ടതും ജമീന്ദാരുടെ, അതായത് മോഹന്റെ അച്ഛന്റെ കാലിനടിയിലുള്ള മണ്ണ് വഴുതി മാറി. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ 8 കുട്ടികൾ മറ്റാരുമല്ല, തന്റെ കൊച്ചുമക്കൾ തന്നെയാണ്. അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, എന്നോടുള്ള ദേഷ്യം കൊണ്ട് ആ സൊനാലിക്ക് ഇവരെ എന്തു വേണമെങ്കിലും പഠിപ്പിക്കാമായിരുന്നു. പക്ഷേ അവൾ എന്നെ ബഹുമാനിക്കാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചു. പക്ഷെ ഞാൻ അവളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ സ്വന്തം മകനിൽ നിന്ന് വരെ ഞാൻ അകന്നു.
എന്തു പറ്റി അപ്പുപ്പ? എന്താ മോളെന്നെ വിളിച്ചേ? അപ്പൂപ്പന്നോ? ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കുമോളെ. അമ്മ പറയുന്നത് ഞങ്ങളുടെ അപ്പൂപ്പന് ഇപ്പോഴും വയസ്സായെന്നാ. അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രായമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അപ്പൂപ്പാന്ന് വിളിച്ചത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കൂ. ഇല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുഞ്ഞുങ്ങളെ. പിന്നെ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും എന്നെ അപ്പൂപ്പന്ന് വിളിച്ചാ മതി കേട്ടോ. ഇനി അധികനേരം ഇവിടെ നിൽക്കണ്ട. നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അതും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം. ഉടനെ തന്നെ ജമീന്ദാർ ആ 8 കുട്ടികളെയും മാറോടണച്ചു. അതിനുശേഷം അവരെയും കൊണ്ട് അദ്ദേഹം സൊനാലിയുടെയും മോഹന്റെയും വീട്ടിലേക്ക് ചെന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ പിതാവിനെ കണ്ടപ്പോൾ മോഹന്റെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ മോഹൻ പറഞ്ഞു, അല്ല അച്ഛാ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിനും കൊള്ളാത്ത ഈ മോനെ എങ്ങനെ ഓർമ്മ വന്നു? അച്ഛനെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മക്കളെ, ഞാൻ നിങ്ങളെ കാണാനല്ല, എന്റെ കൂടെ കൊണ്ടുപോകാനായിട്ടാ ഞാൻ വന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ വെറുതെയല്ല കൊണ്ടുപോകാൻ പോകുന്നത്. ഈ സമൂഹത്തിനും നാട്ടുകാർക്കും മുന്നിൽ നിങ്ങളെ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ആഘോഷത്തോടെയാണ് ഇവിടെ നിന്ന് നിങ്ങളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊരച്ഛന്റെയും ഈ കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പന്റെയും ആഗ്രഹമാണ്. മോഹനും കുടുംബവും ഈ വാക്കുകൾ കേട്ട് സന്തുഷ്ടരായി. അതോടെ 8 കുട്ടികൾക്കും തങ്ങൾ എന്നും ദരിദ്രരായിരുന്നില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ രക്തബന്ധങ്ങളുടെ സ്നേഹമുണ്ട്, സമൂഹവുമുണ്ട്. അതിനെ തുടർന്ന് ജമീന്ദാർ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ വളരെ ഗംഭീരമായി തന്നെ തന്റെ കൊച്ചുമക്കളെയും മകനെയും മരുമകളെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അതോടുകൂടി 8 കുട്ടികൾക്കും ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു. ഗായത്രിക്ക് 2 മരുമക്കളുണ്ടായിരുന്നു. മൂത്ത മരുമകളായ പരുൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെയായിരുന്നു. ഇളയ മരുമകളായ ഹിമാനി സമ്പന്ന കുടുംബത്തിലെയും. ഇവർ 2 പേരാകട്ടെ 8 മാസം ഗർഭിണികളുമായിരുന്നു. ഈ സന്തോഷാവസരത്തിൽ 2 പേരുടെയും ഗർഭകാല ചടങ്ങുകൾ നടത്താൻ ഗായത്രി തീരുമാനിച്ചു. 2 പാരന്റ്സും മക്കൾക്ക് സമ്മാനങ്ങൾ നൽകാൻ തീരുമാനിച്ചു. പണക്കാരിയായ ഹിമാനിയുടെ അമ്മ പാവപ്പെട്ടവളായ പരുളിന്റെ അമ്മയെ കളിയാക്കി. എന്താ ഇത്? നിങ്ങളുടെ മകളുടെ ഈ ഗർഭകാല ചടങ്ങിന് നെയ്യ് മാത്രമാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊക്കെ ഒരു ഗിഫ്റ്റാണോ? നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ. മധുരപലഹാരങ്ങള്, സ്വർണമാല, പുതിയ ഉടുപ്പ്, ഇതൊക്കെ കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെയല്ല, വെറും 1 കിലോ നെയ്യുമായി വന്നിരിക്കുക. നാണമില്ലേ നിങ്ങൾക്ക്? എന്താ അമ്മേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിക്കും? അപ്പോൾ അവരുടെ അമ്മായിയമ്മയായ ഗായത്രി പറഞ്ഞു, അക്കാര്യങ്ങളെല്ലാം വിട്ടേക്കു സഹോദരി. ദാ നിങ്ങൾ ഇവിടെ വന്നിരിക്കൂ, ഞാൻ നിങ്ങൾക്ക് പ്രാതൽ തയ്യാറാക്കാം. കുറച്ചു സമയത്തിന് ശേഷം ചടങ്ങ് തുടങ്ങിയപ്പോൾ രമുല അവളുടെ മകൾക്ക് മാത്രം ഗിഫ്റ്റ് നൽകി. എന്നാൽ പാവപ്പെട്ടവളായിരുന്ന ലത 2 പേർക്കും നൽകാനായി നെയ്യുമായിട്ടായിരുന്നു വന്നത്. മോളെ, ഇത് നിനക്കുള്ളതാണ്. ഈ സന്തോഷവാർത്ത കേട്ടതിന് ശേഷം പശുവിൽ നിന്ന് കിട്ടിയിരുന്ന പാലിൽ നിന്ന് അല്പാൽപമായി ഞാൻ ഉണ്ടാക്കിയ നെയ്യാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. വേണ്ട വേണ്ട, എനിക്ക് ഈ ലോക്കൽ നെയ്യൊന്നും വേണ്ട, ബ്രാൻഡഡ് മതി. എനിക്കിതൊന്നും വേണ്ട, ഇത് നിങ്ങളെടുത്തോ. ദാ ഇത് നോക്ക്, ഞാൻ നിനക്കുണ്ടാക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള പുതിയ ഉടുപ്പും കളിപ്പാട്ടങ്ങളുമൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ഓ അമ്മേ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ മകളുടെ ആദ്യത്തെ കുഞ്ഞല്ലേ, അപ്പോ ഇതൊക്കെ ആവശ്യമുണ്ടാവും. മോളെ, ഞാനിതാ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോ ഇത് കഴിക്കുന്നത് നല്ലതാ. ഹിമാനി മോളെ, നീയും കുറച്ച് കഴിച്ചോ. വേണ്ട വേണ്ട, ഞാനിതൊന്നും കഴിക്കില്ല. ശരി മോളെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. പക്ഷേ പരുൾ മോളെ, നന്നായിട്ട് ശരീരം അനങ്ങണം. നന്നായി ശരീരം അനങ്ങിയാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. എങ്കിലേ കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഞാനും ഇക്കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞതാണ് സഹോദരി. പക്ഷെ എന്റെ മോൾക്ക് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നീ ജോലിയൊന്നും എടുക്കണ്ട മോളെ. അമ്മ, നിങ്ങൾ എത്ര നല്ല അമ്മയാണ്. അമ്മായിയമ്മയാണെങ്കിലോ ഇത് ചെയ്യ അത് ചെയ്യെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ശല്യം ചെയ്തോണ്ടിരിക്കും. കഷ്ടമാണ്. നീ വിഷമിക്കണ്ട, ഞാനൊരു പണക്കാരിയല്ലേ. നിനക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഞാനുണ്ടാക്കില്ല. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളുമൊക്കെയായി ആ ചടങ്ങ് അങ്ങ് പൂർത്തിയായി. എല്ലാരും അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റമൂല അവളുടെ മകൾക്ക് വേണ്ടി ഒരു ട്രക്ക് നിറയെ സാധനങ്ങൾ എത്തിച്ചു. ആ ട്രക്കിനകത്ത് ഒരു വീടിനു വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഹിമാനി തന്റെ ഫാമിലിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ടു. അവൾക്ക് വളരെ സന്തോഷമായി. അവളാകട്ടെ വീട്ടുജോലികൾ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പാവപ്പെട്ടവളായ പരുളിന് വീട്ടുജോലികളെല്ലാം തനിയെ ചെയ്യേണ്ടി വന്നു. എന്റെ മൂത്ത മരുമകളാണ് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത്. അവൾ ഒരു പാവമാണ്. പക്ഷേ എന്റെ ഇളയ മരുമകളെ കണ്ടില്ലേ, വെറുതെ തിന്നും കുടിച്ച് ഇരിക്കുക. ലോകത്തിലെ ആദ്യത്തെ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ എല്ലാ സമയവും ബെഡിൽ തന്നെ കിടക്കുക. കഷ്ടം. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ദിവസം, ആ
അമ്മേ, എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോണെന്നാ തോന്നുന്നേ. ആ മോള് വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അശോകന് ഫോൺ ചെയ്യാം. നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അവർ ഹോസ്പിറ്റലിലെത്തി. സുഖപ്രസവത്തിലൂടെ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഹിമാനിക്കും പ്രസവവേദന തുടങ്ങി. അമ്മായിയമ്മ അവളോട് സർക്കാർ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അത് നിരസിച്ചു. വേണ്ടമ്മേ, എന്റെ കുഞ്ഞിനെ സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കാനോ? വേണ്ടമ്മേ, ഒരിക്കലും ഞാനൊരു സർക്കാർ ആശുപത്രിയിൽ എന്റെ കുഞ്ഞിനെ പ്രസവിക്കില്ലമ്മേ. സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്തു പറയും? ഞാൻ എന്റെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. വേണ്ട വേണ്ട, ഞാൻ മോനോട് പറഞ്ഞ് അക്കൗണ്ടിലേക്ക് പൈസ അയപ്പിക്കാം. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം. അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയും സിസേറിയനിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ബില്ല് 1,00,000 രൂപയായി. രണ്ടുപേരുടെയും പ്രസവ വാർത്ത അറിഞ്ഞ് അമ്മമാർ കാണാനെത്തി. പണക്കാരിയായ അമ്മ മകളെ കണ്ട് തിരിച്ചുപോയി. മൂത്ത മരുമകളുടെ അമ്മ ഗായത്രിയോട് പറഞ്ഞു. നിങ്ങൾക്ക് മക്കളെ കാണാതിരുന്നാൽ വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവളുടെ കൂടെ ഇവിടെ നിൽക്കാം. ഇത് കേട്ട് ഗായത്രിക്ക് വളരെ സന്തോഷം തോന്നി. അവർ തിരികെ വീട്ടിലെത്തി. സുഖപ്രസവമായിരുന്നതിനാൽ കുഞ്ഞിനെ നന്നായി മുലയൂട്ടാൻ പരുളിന് സാധിച്ചു. എന്നാൽ ഇളയ മരുമകൾക്ക് ഓപ്പറേഷൻ ചെയ്തതിനാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ഒരു ദിവസം കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയുകയായിരുന്നു. ഇത് കണ്ട പരുൾ തന്റെ കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി അവൾ കുഞ്ഞിനെ താലോലിക്കാനായി തുടങ്ങി. കുഞ്ഞിന് പാല് കൊടുക്കൂ. ഹിമാനി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. ഞാൻ എന്തൊരമ്മയാ, ഓപ്പറേഷൻ കാരണം എന്റെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് പരുളിന്റെ അമ്മയും അമ്മായിയമ്മയും അങ്ങോട്ട് വന്നു. ഇതുകൊണ്ടാ മോളെ ഞാൻ പറഞ്ഞത് ശരീരമനങ്ങി ജോലി ചെയ്യണമെന്ന്. നീ അങ്ങനെ ശരീരമനങ്ങി ജോലി ചെയ്തിരുന്നെങ്കിൽ നിനക്ക് സുഖപ്രസവമായേനെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കുഞ്ഞിനെ നന്നായി നോക്കാൻ പറ്റിയേനെ. കഷ്ടം. നീ വിഷമിക്കേണ്ട മോളെ, ഞാൻ ഇവിടെ ഇല്ലേ. നിന്റെയും നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളുമെല്ലാം ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം. എന്നോട് ക്ഷമിക്കണം അമ്മേ. നിങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്കും സുഖപ്രസവമായേനെ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പണക്കാരിയായ അമ്മ ഹിമാനിയെ കാണാനെത്തി. അമ്മ ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ പോയി. ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ വേഗം ഓടിപ്പോയില്ലേ? ചേച്ചിയും ചേച്ചിയുടെ അമ്മയാണ് എന്നെ സഹായിച്ചത്. ഇപ്പോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നോണ്ട് വന്നേക്കുവാണല്ലേ? ഇപ്പൊ 2 മാസം കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ കള്ളസ്നേഹമൊന്നും എനിക്ക് വേണ്ട. പണക്കാരിയായ റമോലയ്ക്ക് തന്റെ തെറ്റ് ബോധ്യമായി. അവരെല്ലാരോടും ക്ഷമ ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവർ അഹങ്കാരം കാണിച്ചിട്ടില്ല. അവരെങ്ങനെ സുഖമായി ജീവിച്ചു. Thanks for watching.